എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ റീവാലുവേഷനുള്ള അപേക്ഷ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. റീവാലുവേഷനായിട്ട് 500 രൂപയും സൂക്ഷ്മ പരിശോധന അതായത് സ്ക്രൂട്ടനിക്കായിട്ട് 100 രൂപയും ഫോട്ടോ കോപ്പിക്ക് ആയിട്ടാണെങ്കിൽ 300 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫോം സിമ്പിളായിട്ട് തന്നെ എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ സിമ്പിളായിട്ട് പൂരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഫോമാണിത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോമിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു വെബ്സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 3 ഫോമിൻ്റെയും ആ ഒരു PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോം സ്കൂളിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് അവിടെ നിന്ന് ഫീസ് നൽകി ഈ ഒരു അപേക്ഷ നൽകിയാൽ മതി. ജൂൺ 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ ഒരു ഫോം എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ പൂരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഫോമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓർ സെക്കൻഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് എന്നുള്ളത് തടയുക. അതിനുശേഷം ഇവിടെ മാർച്ച് 2024 എന്ന് ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പ് അല്ല എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇവിടെ രജിസ്റ്റർ നമ്പർ എഴുതുക. നിങ്ങൾ ഈ ഒരു +1 പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന സ്കൂളിൻ്റെ നെയിമും അതുപോലെ സ്കൂളിൻ്റെ കോഡും ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പല്ല എഴുതുക. അതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കോഡും സ്കൂളിൻ്റെ പേരും അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോക്കിയാൽ മതി, അതിലുണ്ടാവും. അതുപോലെ നിങ്ങൾ പരീക്ഷ ചെയ്ത സ്കൂളിൻ്റെ ഡിസ്ട്രിക്റ്റ് ഏതാണ്, ജില്ല ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അതായത് അവിടെ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അടുത്തതായിട്ട് ചോദിക്കുന്ന കാര്യം സീരിയൽ നമ്പറാണ്. സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വിഷയം എഴുതുന്നു അതിനനുസരിച്ച് 1, 2, 3 ഈ ഒരു രീതിയിൽ ടൈപ്പ് ചെയ്യുക. അതായത് 1, 2, 3, 4 ഈ ഒരു രീതിയിൽ പോകുന്നതാണ് എണ്ണൽ സംഖ്യയാണ് ഈ ഒരു സീരിയൽ നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 ആണ് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷാണ് നിങ്ങൾ ഈ റീവാലുവേഷൻ അപേക്ഷിക്കുന്നതെങ്കിൽ പാർട്ട് 1 ഇംഗ്ലീഷ്, അതുപോലെ അതിന് ലഭിച്ച TE മാർക്ക്, അതായത് TE മാർക്കാണ് ടൈപ്പ് ചെയ്യേണ്ടത്, CE കൂട്ടിയിട്ടല്ല. TE മാർക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 24 കിട്ടിയല്ലോ. എനിക്കൊരു 40 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ആ ഒരു രീതിയിൽ TE മാർക്ക് എത്രയാണ് കിട്ടിയത് ആ ഒരു മാർക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ സീരിയൽ നമ്പർ 1. അടുത്തതായിട്ട് സെക്കൻഡ് ലാംഗ്വേജ് എനിക്ക് റീവാലുവേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ആ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 2 ആണ്. സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ്. അപ്പോൾ മലയാളത്തിൽ ലഭിച്ച മാർക്ക് 22 ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അടുത്തതായിട്ട് പാർട്ട് 3 എന്ന് പറയുന്നത് ബാക്കി സബ്ജക്റ്റുകളാണ്. അപ്പോൾ ബാക്കി സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ് റീവാലുവേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ലഭിച്ചിട്ടുള്ളത് 15 മാർക്കാണെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് TE മാർക്കാണ് സ്കോർ എന്നുള്ളത് എടുത്ത് കൊടുക്കേണ്ടത്. അതുപോലെ ആ ഒരു ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നത് അതാണ് ഇവിടെ നൽകേണ്ടത്. പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, പാർട്ട് 3 എന്ന് പറയുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ്. സീരിയൽ നമ്പർ എന്ന് പറയുന്നത് 1, 2, 3 ഈ ഒരു രീതിയിൽ വരുന്ന ആ ഒരു നമ്പറാണ്, അത് എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1, 2, 3 എന്നുള്ള ആ ഒരു സീരിയൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന സബ്ജക്റ്റ് മാത്രമേ ഇവിടെ എഴുതേണ്ടതുള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതെങ്ങനെ നൽകാമെന്നുള്ള കാര്യം മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സബ്ജക്റ്റാണ് റീവാലുവേഷൻ അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം അതിൽ എഴുതിയാൽ മതി. അടുത്ത നിങ്ങൾ ഇതിനോടൊപ്പം +1 റിസൾട്ടിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ടോ അതിൻ്റെ കോപ്പി കൂടി നൽകുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്ക്രൂട്ടനിക്ക് അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കുന്നുണ്ടോ എന്നാണ്. അതിനായിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സാധാരണ അതിൽ സ്ക്രൂട്ടനിക്ക് അപേക്ഷിക്കേണ്ട ആവശ്യം വരില്ല. കാരണം നിങ്ങളുടെ പേപ്പർ വീണ്ടും ആയിട്ട് അത് പുതുതായിട്ട് വാല്യുവേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്ലോക്ക് ലെറ്ററിൽ അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പേര് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക, പിൻകോഡ്, ഫോൺ നമ്പർ, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണ് അത് എഴുതുക, പ്ലേസ്, അതുപോലെ തന്നെ ഡേറ്റ് എന്നിവ എഴുതുക. ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു റീവാലുവേഷൻ്റെ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 500 രൂപയാണ് ഫീസ് വരിക. ഇനി അടുത്തതായിട്ടുള്ളത് സ്ക്രൂട്ടനിയുടേതാണ്. സ്ക്രൂട്ടനിയുടെ സിമ്പിളായിട്ട് തന്നെ നേരത്തെ അതുപോലെ തന്നെ സിമ്പിളായിട്ട് പൂരിപ്പിക്കാം. സെക്കൻഡ് എന്നുള്ളത് തടിക. അതിനുശേഷം ഇവിടെ മാർച്ച് 2024 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതായത് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ സ്കൂളിൻ്റെ അതായത് +1 പരീക്ഷ ചെയ്ത സ്കൂളിൻ്റെ പേരും ആ ഒരു സെൻറ്ററിൻ്റെ സ്കൂളിൻ്റെ കോഡും എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ റവന്യൂ ജില്ല, അത് ജില്ല ഏതാണ് എന്നുള്ളത് എഴുതുക. അത് ഏത് ജില്ലയിലാണോ സ്കൂളിലുള്ളത് ആ ഒരു ജില്ല എഴുതുക. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായിട്ട് ഈ ഒരു സീരിയൽ നമ്പർ 1, 2, 3 അതുപോലെ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, പാർട്ട് 3 എന്ന് പറയുന്നത് ബാക്കി ലാംഗ്വേജ്. ഇവിടെ നെയിം ഓഫ് പേപ്പർ ഏത് സബ്ജക്റ്റാണ് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ സ്കോർ, അതിന് ലഭിച്ച TE മാർക്ക് എത്രയാണ്, അതായത് എഴുത്ത് പരീക്ഷയിൽ ലഭിച്ച TE മാർക്ക് എത്രയാണെന്നുള്ളത് എഴുതുക. CE കൂട്ടാതെയുള്ള മാർക്കാണ് നൽകേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നാണ്. കോപ്പി ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതുപോലെ ഇതിനായിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നേരത്തെ ആ ഒരു ആപ്ലിക്കേഷനാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ്, പേര്, അതുപോലെ തന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതിനുശേഷം പിൻകോഡ് എഴുതുക. അതിനുശേഷം ഫോൺ നമ്പർ എഴുതുക. അതിനുശേഷം സിഗ്നേച്ചർ ഇവിടെ ഇടുക. അതിനുശേഷം പ്ലേസ്, ഡേറ്റ് എന്നിവ നൽകുക. അതിനുശേഷം ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ് ഫീസ് വരിക.
ഇനി അടുത്തതായിട്ടുള്ളത് ഫോട്ടോ കോപ്പിയാണ്. ഫോട്ടോ കോപ്പി നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമാണ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളത് സെക്കൻഡ് തടയുക. അതിനുശേഷം ഇവിടെ മാർച്ച് 2024 എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേരെന്താണ് അത് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. അവിടെ അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമൽ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ അമൽ എന്ന് ഈ ഒരു രീതിയിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ നമ്പറും എഴുതുക. ഇവിടെ രജിസ്റ്റർ നമ്പർ എഴുതണം. അതുപോലെ തന്നെ ഏത് സ്കൂളാണോ നിങ്ങളുടെ, അതായത് ഏത് ജില്ലയിലാണ് സ്കൂളുള്ളത് ആ ഒരു റവന്യൂ ഡിസ്ട്രിക്ട് ആ ഒരു ജില്ലയുടെ പേര് എഴുതുക. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളുടെ ഫോട്ടോ കോപ്പിയാണ് വേണ്ടത് അതിവിടെ സീരിയൽ നമ്പർ 1 എഴുതുക. പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, പാർട്ട് 3 എന്ന് പറയുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫിസിക്സിൻ്റെ ഫോട്ടോ കോപ്പിയാണ് വേണ്ടതെങ്കിൽ പാർട്ട് 3, അതിനുശേഷം ഫിസിക്സ് അതിന് ലഭിച്ചിട്ടുള്ള ആ ഒരു TE മാർക്ക് എത്രയാണ് ആ ഒരു മാർക്ക്, അതായത് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു മാർക്ക് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക, അതായത് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്കാണ് ഫോട്ടോ കോപ്പി അയക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു പേര്, അതായത് നിങ്ങളുടെ പേരെന്താണ് ആ ഒരു പേര് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. അഡ്രസ്സും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യുക, അത് എഴുതുക. അതിനുശേഷം പിൻകോഡ് അതുപോലെ തന്നെ ഫോൺ നമ്പർ എന്നിവ നൽകുക. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം പ്ലേസ്, ഡേറ്റ് എന്നിവ നൽകുക. ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് ജൂൺ 4 തീയതിക്കകം നൽകാവുന്നതാണ്. റീവാലുവേഷനിൽ 10% മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ പൈസ റീഫണ്ടായിട്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അതായത് 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഈ ഒരു 30 മാർക്കാണെങ്കിൽ 60ൻ്റെ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 മാർക്കാണ്. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 36 അതിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു മാർക്ക് അത് നിങ്ങൾ നൽകിയ 500 രൂപ തിരിച്ചു കിട്ടും. അതുപോലെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ റീവാലുവേഷന് മുമ്പ് 30 മാർക്കാണെന്ന് കരുതുക. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 8 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് 38 അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ 500 രൂപ തിരികെ റീഫണ്ടായിട്ട് തിരിച്ച് സ്കൂളിൽ നിന്ന് തരുന്നതായിരിക്കും. അപ്പോൾ ഫോട്ടോ കോപ്പി ചില സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ ആണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 500 രൂപയാണ് ഫീസ് വരിക. ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ 300, സ്ക്രൂട്ടനിക്കാണെങ്കിൽ 100 രൂപയുമാണ് വരിക. റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടനിക്ക് അപേക്ഷിക്കേണ്ടതില്ല. കാരണം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ പേപ്പർ വീണ്ടും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ചെക്ക് ചെയ്യുന്ന ആ ഒരു പേപ്പർ സൂക്ഷ്മ പരിശോധന കൂടി അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.